ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള പുൾമിയപ്പ് കേക്കാണ്. ഒരു നല്ല അടിപൊളി ചോക്ലേറ്റി ആയിട്ടുള്ള കേക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പം ശരിക്കും പാർട്ടികളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാട്ടോ. ഗസ്റ്റിനെയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാം. ഇതിങ്ങനെ ഒഴുകി വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ഒക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് അങ്ങോട്ട് പൊക്കി കഴിയുമ്പോഴത്തേക്ക് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെ ഒരു കാണാനൊരു ഇഷ്ടമായിരിക്കും. കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള കേക്ക് ആണെങ്കിലും ഒരുപാട് അങ്ങോട്ട് ചോക്ലേറ്റി ആയിരുന്നു അല്ല, നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ഇത്രയും ഒരു വലിയൊരു പാർട്ടി സ്പെഷ്യൽ ഒരു സർപ്രൈസിങ് കേക്കൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ മിക്സിയും ദോശക്കല്ലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു കേക്ക് ഞാൻ ചെയ്തത് 1/2 കിലോ വരുന്ന കേക്കാണ് കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ 1 കിലോയിൽ ചെയ്യാം, 2 കിലോ 3 കിലോ ഒക്കെ ചെയ്യാം. ഞാൻ ഇന്നലെ ഇട്ട ഈ കേക്കിൻ്റെ പോസ്റ്റിന് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ആ കേക്കിൻ്റെ ഒരു പോർഷൻ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും കൂടെ നല്ല കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പുൾമിയപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 1/2 കപ്പ് മൈദയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂണാണ്. അതിലേക്ക് ഒരു ചെറിയ നുള്ള് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ച് വെക്കാം. നമ്മളിപ്പം ഈ ഒരു പുൾമിയപ്പ് കേക്ക് ചെയ്യുന്നത് 1/2 കിലോ വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോയുടെ പുൾമിയപ്പ് കേക്ക് ചെയ്യാൻ വേണ്ട ബേസിൻ്റെ അളവാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് മിക്സിയിലാണ്. അപ്പോൾ മിക്സിയിലെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതൊന്നൊരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ അതൊന്ന് അടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. തീരെ ലൈറ്റ് ഷെയ്ഡുള്ള വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതപ്പോൾ അതും ഒരു 30 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിലെ അതിട്ട് കൊടുക്കാം. അത് മൈദയുടെ കൂട്ട് അത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പ്രസ് ബട്ടൺ വെച്ച് 2 or 3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് മിക്സ് ആയിക്കോളും. ഒരുപാട് സമയത്ത് അടിക്കരുത്. ഇനിയിപ്പോൾ അതാ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു ദോശക്കല്ലിലാണ്. ഇതിൻ്റെ 10 ഇഞ്ച് ഡയമീറ്റർ വരുന്ന ദോശക്കല്ലാണ്. അപ്പോൾ ഈ ഒരു ദോശക്കല്ലിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാണ് ദോശക്കല്ലിലേക്ക്. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഞാൻ ഓയിൽ ആക്കുന്നില്ല കേട്ടോ. കാരണം ഓയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം കുറച്ചൊരു ക്രിസ്പി ആവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിലൊന്നും ഗ്രീസ് ചെയ്യേണ്ട കേട്ടോ. ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചെറിയൊരു മുരിച്ചിൽ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ മതി. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദോശക്കല്ല് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബേക്കിംഗ് ട്രേ ഉള്ളവർ ബേക്കിംഗ് ട്രേയിൽ ചെയ്തോളൂ. സെയിലൊക്കെ നടത്താനാണെങ്കിൽ ബേക്കിംഗ് ട്രേയിൽ തന്നെ ചെയ്യാണ് കേട്ടോ നല്ലത്. അത് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. ചെറിയൊരു ടെക്സ്ചറിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. എന്നാലും വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇതൊക്കെ തന്നെ മതി കേട്ടോ. ഇങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാം. ആ പ്രസ് ബട്ടൺ വെച്ച് 2 or 3 പ്രാവശ്യം ഒന്ന് അടിച്ചാൽ മതി. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഒഴിക്കുമ്പോൾ എല്ലായിടത്തും ആയിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സൈഡിൽ മാത്രമായിട്ടങ്ങ് ഒഴിക്കേണ്ട, എല്ലായിടത്തായിട്ടങ്ങ് ഒഴിച്ചിട്ട് നമുക്ക് ഈ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ പതുക്കെ അതങ്ങ് നിരത്തി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ പൊങ്ങിയും താണുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് തന്നെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഭാഗം സൈഡ് കനം കുറഞ്ഞും ഒരു സൈഡ് കനം കൂടിയൊക്കെ ഇരിക്കും. അതൊന്ന് എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. അത് വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റായിട്ട് ചൂടായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്ക് ഒഴിച്ചിട്ടുള്ള ദോശക്കല്ല് വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്ന ഒരു അടപ്പ് വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആവി വെള്ളം വീഴും. ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ പാനിലൊക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഇത് ആവും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം.
ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ആ തീയുടെ ചൂടിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വ്യത്യാസം വരും. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നു നോക്കിയത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ തുറന്നു നോക്കി ഒന്ന് ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാനിലിരുന്ന കുറച്ചും കൂടെ ഒന്ന് ഹാർഡായി പോകും. ഇതൊന്ന് തണുക്കട്ടെ. ഇനിയാണ് നമ്മുടെ മെയിൻ താരം ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. 1/2 കപ്പ് നിറച്ചും എടുത്തിട്ടില്ല. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് 1/2 കപ്പ് നിറച്ചും എടുക്കുക. അത് കുറച്ചൊരു ടേബിൾ സ്പൂണൊക്കെ കുറവാണ് എടുക്കുന്നത്. ഈ ഫ്രഷ് ക്രീമാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ 1:1 റേഷ്യോയിൽ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. 100 ml ഫ്രഷ് ക്രീം ആണെങ്കിൽ 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഡയറി മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. ഡയറി മിൽക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ 2 പാക്കറ്റ് വാങ്ങിച്ച് ഇട്ടാൽ മതി. 50 ഗ്രാമുള്ള പാക്കറ്റാണ് ഒരെണ്ണം. അപ്പോൾ 2 പാക്കറ്റ് എടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാനത് വീഡിയോ സ്റ്റക്കായിപ്പോയി എടുത്തപ്പോഴത്തേക്കും. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ലൈറ്റ് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്, അതായത് ഫിയോണൻ്റെ ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇടണം. പഞ്ചസാര ഇടാതിരിക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗനാഷ് ഉണ്ടാക്കുമ്പോൾ ഗനാഷിന് നല്ലൊരു ടേസ്റ്റ് വേണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും 1 ടേബിൾ സ്പൂണെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇളക്കി കൊടുത്ത് ആ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മെൽറ്റാവാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, നല്ല ലൂസായിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. ഇനി നമുക്കിതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് മുറിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടങ്ങ് ആ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കുറച്ചൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓഫാക്കി കൊടുക്കുക. ഓഫാക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നല്ല സ്മൂത്ത് ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതെല്ലാം മുഴുവനും മെൽറ്റായിട്ട് നല്ല സ്മൂത്തായി കിട്ടും. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബട്ടർ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളതും പിന്നെ കുറച്ചൊരു ഗ്ലേസിങ് കിട്ടുന്നതൊക്കെ. ബട്ടറും ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കണേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ബട്ടറിന് എന്തെങ്കിലും അപാകതയുണ്ടോ, ചോക്ലേറ്റിന് എന്തെങ്കിലും അപാകതയുണ്ടോ, ടേസ്റ്റ് വ്യത്യാസം വല്ലതും ഉണ്ടോ എന്നൊക്കെ. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഇപ്പോൾ ബീറ്റർ ഇല്ല, അതുകൊണ്ട് ഞാൻ വിസ്ക് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യാണ്. മോളാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത് ബീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തൈര് കടയുന്ന പോലെയാണ് കേട്ടോ. എനിക്കെപ്പോഴും അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു ബേക്കിംഗ് ക്ലാസ്സിലിടാം കേട്ടോ. അത് കൂടുതലായിട്ട് ഒരുപാട് സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളയുന്നില്ല. ഇപ്പോൾ ഇതിൽ ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് കാണിക്കാം. ഇതിപ്പം നല്ല പെർഫെക്റ്റായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ക്രീം ഞാൻ എന്തായാലും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വെറുതെ അങ്ങ് തേച്ച് കൊടുത്താലും മതി, സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ. ഇനി നമ്മൾ ഈ കേക്ക് സോക്ക് ചെയ്യുന്നത് ഷുഗർ സിറപ്പിലല്ല, നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒരു മിക്സിലാണ് കേക്ക് സോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിക്കുന്നത്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് 1/4 കപ്പ് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മധുരത്തിന് വേണ്ടി നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 6 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇച്ചിരി നല്ല മധുരം വേണം. നമ്മുടെ കേക്കിന് ഒരുപാട് മധുരമുള്ള കേക്കല്ല. അപ്പോൾ അതുകൊണ്ട് മധുരം കുറച്ച് കൂടുതൽ നിൽക്കുന്ന തരത്തിൽ സിറപ്പ് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗണാഷില്ലേ, അതിന് 1 ടേബിൾ സ്പൂൺ ഗണാഷ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ഈ സിറപ്പ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇതിപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വന്നോളും. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിയാൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു കണ്ടെയ്നറിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീരെ ചെറുതെടുക്കരുത്. ഇപ്പം ചെറിയ കുപ്പിയുടെ അടപ്പൊക്കെയാണ് പുള്ളപ്പ് ചെയ്യുമ്പോഴത്തേക്കും ചീട്ടുകൊട്ടാരം പോലെ പടപടാന്ന് പറഞ്ഞ് വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ള അടപ്പ് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഷീറ്റ് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാലും ആ കേക്കിന് അവിടെ നിൽക്കാൻ പറ്റണം, വീണു പോകരുത്. കുറഞ്ഞത് ഒരു 4 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത്. ഇതിപ്പം 4 ഇഞ്ച് വരുന്ന അടപ്പാണ്. ഇനി ഈ അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അരിക്ക് കുറച്ച് ഷാർപ്പാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് മാർക്ക് ചെയ്തങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ കിട്ടിയിട്ടുണ്ട്.
ഇത് ഞാൻ എടുത്ത് മാറ്റി വെക്കട്ടെ. അടുത്ത റൗണ്ട് കട്ട് ചെയ്യാം. ഇതിപ്പം അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, തീരെ ഹൈറ്റ് കുറവൊന്നുമല്ല, അത് മതി. മൂന്നാമത്തെയും കട്ട് ചെയ്യട്ടെ. ഇതിപ്പം 3 റൗണ്ട് നമുക്ക് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ റൗണ്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു സൈഡ് മാത്രം വെച്ചിട്ട് ബാക്കി ഫുള്ള് നല്ല റൗണ്ടായിട്ട് വരുന്ന തരത്തിൽ പാത്രം വെക്കുക, എന്നിട്ട് അങ്ങ് കട്ട് ചെയ്യാം. ആ ഒരു സൈഡിൽ എത്ര കുറഞ്ഞാലും കുഴപ്പമില്ല, 2-3 സൈഡിലൊക്കെ കുറഞ്ഞാൽ നമുക്ക് അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇനി നമുക്ക് ഈ ബാക്കി കിടക്കുന്ന ഒരു കേക്കിന് ഒരു പീസ് എടുത്ത് വെക്കുകയാണ്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആ കട്ട് ചെയ്ത പാത്രം കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പീസ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം 1/2 കിലോ വരുന്ന കേക്കാണ്. ഇപ്പോൾ 1 കിലോ കേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം 5 ഇഞ്ചിൻ്റെ ട്രേ എടുത്തിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ റെയിൻബോ കേക്ക് ചെയ്തില്ലേ, അതുപോലെ ഓരോ 3-4 ലെയറായിട്ടൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അതിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു വലുപ്പം ഉണ്ടാവുകയും ചെയ്യും, 1 കിലോ കേക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാകുമ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇരട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഈ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഷുഗർ സിറപ്പ് അല്ലല്ലോ ഒഴിക്കുന്നത്, ചോക്ലേറ്റ് മിക്സ് അല്ലേ, അപ്പം അതങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല നമ്മളിപ്പോൾ ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയതും, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് കുത്തി കൊടുക്കണം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാം. അതിപ്പോൾ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് അബ്സോർബ് ആയി പോകും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൗണ്ടിൽ ഒഴിക്കാം. ഈ ചോക്ലേറ്റ് മിക്സ് മുഴുവൻ നമ്മൾ ഈ ഒരു കേക്കിൽ സോക്ക് ചെയ്യണം കേട്ടോ. കുറച്ച് മാത്രം ബാക്കി വെച്ചാൽ മതി, അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൽ കേക്ക് ബോർഡിൻ്റെ ആവശ്യമില്ല, ഒരു പ്ലേറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ആ ഫസ്റ്റ് ലെയർ നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയ ആ പീസില്ലേ, അത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാവുന്ന, പെട്ടെന്നൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുള്ള ക്രീം വെച്ച് ഒന്ന് ക്രീമാക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് എടുത്ത് തേച്ച് കൊടുത്താലും മതി. പക്ഷേ പൈപ്പിംഗ് ബാഗ് ആകുമ്പോൾ പെട്ടെന്ന് കഴിയും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്കാണെങ്കിൽ മിൽമയുടെ കവറില്ലേ, അതിനകത്ത് ക്രീം നിറച്ചിട്ട് അറ്റം ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അടുത്ത ലെയർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചിട്ടുണ്ട്, ക്രീം വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അടുത്ത 3ാമത്തെ ലെയർ വെച്ചു, സിറപ്പ് ഒഴിച്ചു, ക്രീം വെക്കുകയാണേ. ക്രീം കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പം ക്രീമിനും കേക്കിനും ഏകദേശം ഒരേ തിക്നെസ് വരികയാണ് കുറച്ചുകൂടെ നല്ലത്. ഇവിടെ ഞാൻ കുറച്ചുകൂടെ ക്രീം, ഒരു ലെയറും കൂടെ ക്രീം ആക്കി കൊടുക്കുകയാണേ. പിന്നെ ഏറ്റവും നടുവിൽ ഞാൻ കുറച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതപ്പം ഏറ്റവും മുകളിലും ക്രീം ആക്കി കൊടുക്കുകയാണ്. അതൊന്ന് ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി, ഒരുപാട് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് ഏത് കൊച്ചു കുട്ടിക്ക് ഉണ്ടാക്കാവുന്നതേ എടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്കോ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാനായിട്ടുള്ള ഷീറ്റ് ഒന്ന് എടുക്കണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ് വേണ്ടത്, നല്ല കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ OHP ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. OHP ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷീറ്റ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പാത്രം വെച്ചൊന്ന് അളന്ന് നോക്കണം തികയോ എന്നുള്ളത് ആദ്യം. ഇപ്പം ഇങ്ങനെ വെച്ച് ഈ കട്ട് ചെയ്ത് വെച്ച പാത്രം വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കാം. കണ്ടത് ഇപ്പോൾ ഇത്രയേ പറ്റുന്നുള്ളൂ. ഈ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതൊന്ന് കവർ ചെയ്യാനായിട്ട് അടുത്ത ഒരു ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ആ ഒരു ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസും കൂടെ വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിലുള്ള ചോക്ലേറ്റാണ്. ഇതിപ്പോൾ ഹെർഷീസിൻ്റെ ഒരു കിസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. ഈ ഒരു ഷേപ്പിൽ എന്താ പറയുക, പൂത്തിരിയൊക്കെ പോലെ ഉണ്ട് കാണാനായിട്ട്. അതെടുത്ത് ഞാൻ അങ്ങ് നീളത്തിൽ വെച്ച് കൊടുക്കുകയാണ്. ചോക്ലേറ്റൊക്കെ ഒഴുകിപ്പോയാലും ഇത് അവിടെ ഇരുന്നോളും. അപ്പം 3 എണ്ണം നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാം. അത് കവർ ചെയ്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. സൈഡിലൊക്കെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഹൈറ്റും ഒരുപാട് വേണ്ട കേട്ടോ, ഞാൻ കുറച്ച് ഹൈറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് ഹൈറ്റ് ആയാലും ഒരു ഭംഗി ഉണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് ഹൈറ്റ് വേണം താനും. പിന്നെ ഇത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ, മോൾ ഭാഗത്ത് കുറച്ച് നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ നോക്കണം. ആ ക്രീമൊക്കെ ഒന്ന് തട്ടിയിരിക്കണം കവറിൻ്റെ മേലെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗണാഷ് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒഴുകി താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഈ ഗണാഷിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. ഇവിടെ തണുത്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ട്, ഇതിപ്പോൾ ഒഴിക്കുന്ന സമയത്ത് അത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. സൈഡൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്.
അത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ബദാം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ബദാം ഇടണമെന്നില്ല കേട്ടോ, എന്നാലും പക്ഷെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നേ ഉള്ളൂ ഞാൻ. ഇത് ചോക്ലേറ്റിൻ്റെ ബോൾസ് ഉണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് കയ്യിൽ കിട്ടുന്ന എന്ത് ചോക്ലേറ്റ്സും എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ജെംസ് ഇടാണ്. കുറച്ച് സിൽവർ പേൾസ് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ജെംസ് ഇടുമ്പം കുറച്ചൊരു കളർഫുൾ ആയിക്കോളും. നിറച്ചും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുൾമിയപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വലിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിലെ അതിൻ്റെ തല മാത്രം പുറത്ത് കാണുന്നുണ്ട്. ഞാൻ വലിക്കാൻ പോവാണ്. വലിക്കട്ടെ. അതാ വലിച്ച് വരുന്നുണ്ട്. അടിപൊളി. എല്ലാം അങ്ങ് ഒലിച്ചു പോയിക്കോളും. പതുക്കെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും പതുക്കെ അങ്ങ് ഒലിച്ചിറങ്ങിക്കോളും കേട്ടോ. മുഴുവനായിട്ടും ബാക്കിയും കൂടി അങ്ങ് ഒലിച്ചിറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ മുകളിൽ തന്നെ ഉണ്ട്, കുറേയൊക്കെ ഒലിച്ച് ഇറങ്ങിയിട്ടുമുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമ്മൾ ആദ്യം വെച്ച ആ ചോക്ലേറ്റ് നല്ല രസമുണ്ട് അല്ലേ. ആ ചോക്ലേറ്റൊക്കെ അതിലിങ്ങനെ കവർ ചെയ്തിട്ട് നല്ല ഗ്ലേസിങ്ങോടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്തേ. ഇപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്തു, അടുത്തതും കൂടെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ ഒരു സൈസിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വീണ് പോകുന്നില്ല. കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ്. നമുക്ക് പതുക്കെ ഇങ്ങ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഞാൻ എടുക്കട്ടെ. ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ഒരു കേക്കാട്ടോ അത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. കേക്കൊക്കെ ശരിക്കും നല്ല സോക്കായിരിക്കും കേട്ടോ. നമ്മളെ ചോക്ലേറ്റ് സിറപ്പിൽ സോക്കായിരിക്കുന്ന കേക്കാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാട്ടോ അത്. തീർച്ചയായിട്ടും ഇഷ്ടമാവും നിങ്ങൾക്ക്. ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. ഒരു സാധനം വേണ്ട, എല്ലാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിന് പറയേണ്ട ആവശ്യമില്ല. ചോക്ലേറ്റ് ലവേഴ്സ് അല്ലേ കുട്ടികളെന്ന് പറയുന്നത് തന്നെ. എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഒത്തിരി അങ്ങ് വല്ലാതെ ചോക്ലേറ്റ് ആയിട്ട് കയ്പൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പുൾമിയപ്പ് കേക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.